നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഇലക്ട്രിക്കൽ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫ്ലോറിംഗ് വർക്ക് ഒന്ന് ഹോൾഡ് ചെയ്തു. കാരണം ഇവർ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ ഇവർ കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക ഡിമോളിഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെയും അത് ഫ്ലോറിൽ ആ ഡിമോളിഷ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ പാർട്ടിക്കിളൊക്കെ വന്നിട്ട് അതിൽ സ്ക്രാച്ച് ഒക്കെ ആവാനുള്ള ഒരു സാധ്യത ഉള്ളത് കാരണം ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള തിരക്ക് കാരണം വീടിൻ്റെ വർക്കുകൾ മൊത്തത്തിൽ ഒന്ന് സ്ലോ ആണ്. അപ്പോൾ ഞാൻ കുറച്ചധികം പഠിച്ചതിന് ശേഷം ഞാൻ ലാസ്റ്റ് എത്തിയത് പോളിക്യാബ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു ഗ്രീൻ വയർ HRFR LSH-LF പോളിക്യാബ് മാക്സിമം പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ വയറിലാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയത്. ആക്ച്വലി കേരള ഗവൺമെൻറ് ട്രാക്കോ വൺ ഓഫ് ദ ബെസ്റ്റ് വയറാണ് എൻ്റെ സ്റ്റഡിയിൽ. പക്ഷേ നമുക്ക് എന്തൊരു പ്രശ്നം വെച്ചാൽ ട്രാക്കോൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ കുറച്ച് അവരുടെ സർവീസ് വളരെ മോശമാണ്, നമുക്ക് അവൈലബിലിറ്റി ഇല്ല. പിന്നെ എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും മികച്ചു തോന്നിയത് RR-ഉം അതേപോലെ പോളിക്യാബും ആയിരുന്നു. പക്ഷേ RR-ഉം ഈ പറഞ്ഞ പോലെ അവൈലബിലിറ്റിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, പിന്നെ റേറ്റ് കുറച്ച് ഹൈ ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്കൊരു ഫീസിബിളായി തോന്നിയത് പോളിക്യാബാണ്. കാരണം ഇവർ ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേഡിലാണ് പിന്നെ പോളിക്യാബിൻ്റെ ഈ മറ്റേ HRFR LSH-LF എന്ന് പറഞ്ഞിട്ടുള്ള ഈ കേബിൾ ഉള്ളത്. ഇത് അത്യാവശ്യം അടിപൊളിയൊരു മറ്റേ ബ്രാൻഡാണ്, അതേപോലെ അടിപൊളി വയറാണ്. ഇതിൻ്റെ സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞാൽ നിയർ അബൌട്ട് ഒന്നിൻ്റെ ഉള്ളിലുണ്ടാവുക ഒരു 14ഓളം സ്റ്റാൻഡ്സ് ഉണ്ടായിരിക്കും. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ക്ലാസ് 5 എന്ന് പറയുന്നതിൽ ചിലപ്പോൾ ഒരു 20-25 ഒക്കെ സ്റ്റാൻഡ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഞാൻ പല ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനോടും ചോദിച്ചു നോക്കുമ്പോൾ അവർ ക്ലാസ് 2 ആയിട്ടുള്ള ഈ ഒരു 14-15 സ്റ്റാൻഡ്സ് ഉള്ള വയറുകളാണ് നല്ലതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ പോളിക്യാബിലേക്ക് എത്തിയത്. അതേപോലെ ഇവർ പറയുന്നത് അപ്പോൾ ഇതിൽ HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ FR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം റെസിസ്റ്റൻ്റ് ആണ്, പെട്ടെന്നൊന്നും അത് കത്തിപ്പിടിക്കില്ല. അതേപോലെ LSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ സ്മോക്കാണ്. അഥവാ എന്തെങ്കിലും ഒരു കത്തിപ്പിടിക്കൽ ഉണ്ടായി കഴിഞ്ഞാലും അതിൻ്റെ സ്മോക്ക് വളരെ കുറവായിരിക്കും, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ LF എന്ന് പറഞ്ഞാൽ ലെഡ് ഫ്രീ ആണ്. ഇതിൻ്റെ ഇൻസുലേഷൻ ഉണ്ടാക്കണതിൽ ആ സ്ലീവിൽ അവർ ലെഡ് എന്ന് പറഞ്ഞ പദാർത്ഥം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ മറ്റേ ഹീറ്റ് റെസിസ്റ്റ് എന്ന് പറയുമ്പോൾ 85 ഡിഗ്രി സെൽഷ്യസ് ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഈ ബ്രാൻഡിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് കോപ്പികൾ ഇറങ്ങുന്നുണ്ട്. ഈ ബ്രാൻഡിൽ മാത്രമല്ല വിഗാർഡിലും അതേപോലെ മറ്റേ ഫിനലോക്സിലും എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ പോയി വാങ്ങുമ്പോൾ പോളി ക്യാബ് എന്നുള്ളിടത്ത് അവർ പോളി ക്യാപ്പ് ആയിരിക്കും, ഒരു ലെറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്കത് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവരിവിടെ തരുന്നുണ്ട്. ഇവിടെ QR കോഡ് ഉണ്ടായിരിക്കും. ഈ QR കോഡ് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരെ വെബ്സൈറ്റിൽ പോകും. ഇല്ലെങ്കിൽ അവർ ടോൾ ഫ്രീ നമ്പർ പറയുന്നുണ്ട്. ആ നമ്പർക്ക് വിളിച്ചിട്ട് നമ്മൾ ഈ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ജെന്യൂൻ പ്രൊഡക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് അവരതിൽ പറയും. അപ്പോൾ ഞാൻ പഠിച്ചൊരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് എനിക്ക് ഈ ഒരു ക്യാബിൾ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എൻ്റെ വീടിന് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് എന്നെക്കാൾ കൂടുതൽ അറിവുണ്ടായിരിക്കും, അവർക്ക് ചിലപ്പോൾ മറ്റു പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. എനിക്ക് കിട്ടിയ വളരെ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് ഞാൻ പഠിച്ച ഒരു ഇൻഫർമേഷനാണ് എനിക്കറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകളും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.